അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയും യോസെഫിനെയും പശുത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. വിദ്വാൻമാർ നിക്ഷേപപാത്രങ്ങളെ തുറന്ന് കാഴ്ചവെച്ച് കാണുന്നു. അട്ടിടയന്മാർ തങ്ങൾ കണ്ടതും കേട്ടതുമെല്ലാം ഉറക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. തിരുപ്പിറവിയിലേക്കുള്ള യാത്രയിൽ നാം എന്ത് സമ്മാനമാണ് തയ്യാറാക്കിയത്? വിശുദ്ധമായ ഒരു ശരീരം നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. വിശുദ്ധ അമ്മയെ പോലെ ദൃഢതയുള്ള പൂർവിക അടിസ്ഥാനങ്ങളിൽ ആഴ്ന്നിറങ്ങിയ വിശ്വാസമുള്ള ആത്മാവിനെ സമർപ്പിക്കാൻ സാധിക്കും. യോഹന്നാന്റെ ജനനം കണ്ട സഖറിയ പുരോഹിതനെ പോലെ നീതിബോധമുള്ള മനസ്സിനെയും ദൈവിക നീതിയോടുള്ള വിധേയത്വത്തെയും സമർപ്പിക്കാൻ സാധിക്കും. യോസേഫ് പിതാവിനെ പോലെ വിദ്വാൻമാരുടെ ജ്ഞാനത്തിലൂടെയുള്ള തിരിച്ചറിവും ആട്ടിടയന്മാരുടെ കർമ്മത്തിലൂടെയുള്ള തിരിച്ചറിവും അവരിരുവരുടെയും വചനത്തോടുള്ള വിധേയത്വവും നിറച്ച ഒരു ജീവിതം നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. നാം എന്ത് സമ്മാനമാണ് തയ്യാറാക്കിയിട്ടുള്ളത്? നാം നമ്മുടെ ജീവനും ജീവിതവും ക്രിസ്തു എന്ന നന്മകളും പൂർണ്ണ മനസ്സോടെ ക്രിസ്തുവിന് കൊടുക്കുവാൻ തയ്യാറാണ്. ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നവരാണ് ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ. നമ്മുടെ നാമാകുന്ന സമ്മാനം അപ്രകാരം ഒന്നാകട്ടെ. അതിന് ദൈവം സഹായിക്കട്ടെ. ഏവർക്കും കഷ്ടമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ കാലിത്തൊഴുത്തിൽ കായം കൊണ്ട കരുണാമയനായ കർത്താവിൻ്റെ നാമത്തിൽ 1000 ക്രിസ്മസ് ആശംസകൾ.